പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള സർക്കാരിന്റെ ഖരമാലിന്യ സംസ്കരണ പദ്ധതിക്ക് കീഴിൽ വിവിധ തസ്തികകളിലായി ജോലി നേടാൻ ഉദ്യോഗാർത്ഥികൾക്ക് അവസരം. കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് പ്രൊജക്ടിന് കീഴിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ ജോലി ഒഴിവുകളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. കേരള ഖരമാലിന്യ സംസ്കരണ പദ്ധതിക്ക് കീഴിൽ വിവിധ തസ്തികകളിലായി വന്നിട്ടുള്ള ജോലി ഒഴിവുകളിലേക്ക് നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ്. 60 വയസ്സ് വരെ പ്രായപരിധി പറഞ്ഞിട്ടുള്ള തസ്തികകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ വിവിധ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതും 55,000 രൂപ വരെ ശമ്പളമായി ലഭിക്കുന്നതുമായ തസ്തികകളാണിവ. നമുക്ക് ഈ തസ്തികകളെ കുറിച്ചുള്ള വിശദ വിവരങ്ങൾ അറിയാം. വീഡിയോ മുഴുവനായി കാണുക. അതുപോലെ തന്നെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഇനി ഒഴിവുള്ള തസ്തികകൾ ഏതൊക്കെയെന്നും അപേക്ഷിക്കാനുള്ള അവസാന തീയതി, അപേക്ഷിക്കേണ്ടതെങ്ങനെ, യോഗ്യത, പ്രായപരിധി, ശമ്പളം തുടങ്ങിയ വിവരങ്ങൾ വിശദമായി അറിയാം. കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് പ്രൊജക്ടിലേക്ക് വിവിധ തസ്തികകളിൽ വന്നിട്ടുള്ള ജോലി ഒഴിവുകളിലേക്ക് കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനത്തിനായി നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് കേരള സർക്കാരിന്റെ സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് മുഖേനയാണ്. ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി 2026 ഫെബ്രുവരി 20 വൈകിട്ട് 5 മണി വരെയാണ്. സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖേന ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഇനി ഒഴിവുള്ള തസ്തികകൾ നോക്കാം. ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ, സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് എഞ്ചിനീയർ, സോഷ്യൽ കം കമ്മ്യൂണിക്കേഷൻ എക്സ്പേർട്ട്, എൻവയോൺമെന്റൽ എഞ്ചിനീയർ എന്നീ തസ്തികകളിലേക്കുള്ള കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനത്തിനായാണ് ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നത്. ഈ തസ്തികകളിലേക്കെല്ലാം അപേക്ഷിക്കാനുള്ള ഉയർന്ന പ്രായപരിധി 60 വയസ്സാണ്. അതുപോലെ തന്നെ ഓരോ തസ്തികയ്ക്കും തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ലഭിക്കുന്ന പ്രതിമാസ ശമ്പളം 55,000 രൂപയാണ്. ഇനി ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യതകൾ നോക്കാം. ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യതയായി 3 ഓപ്ഷൻസ് ആണ് ഉള്ളത്. ആദ്യത്തേത് MTech or ME or MS in Civil or Environmental Engineering and minimum of 2 years experience in urban infrastructure, preferably in SWM projects. അടുത്ത ഓപ്ഷൻ BTech in Civil Engineering with regular MBA from reputed institution and minimum of 2 years experience in urban infrastructure, preferably in SWM projects. മൂന്നാമത്തെ ഓപ്ഷനായി പറഞ്ഞിട്ടുള്ളത് BTech in Civil Engineering and minimum 4 years experience in urban infrastructure projects, preferably in SWM projects. ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ തസ്തികയ്ക്ക് 3 വേക്കൻസികളാണ് ഉള്ളത്. പ്രതീക്ഷിത ഒഴിവുകൾ 5 ആണ്. അടുത്തത് സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് എഞ്ചിനീയർ തസ്തികയാണ്. നമ്പർ ഓഫ് വേക്കൻസി 13, പ്രതീക്ഷിത ഒഴിവുകൾ 17 ആണ്. ഈ തസ്തികയ്ക്കും യോഗ്യതയായി 3 ഓപ്ഷൻസ് ആണ് ഉള്ളത്. ആദ്യത്തെ ഓപ്ഷൻ MTech or ME or MS in Civil or Environmental Engineering and minimum 1 year experience in urban infrastructure projects, preferably in SWM projects. അല്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷനായി പറഞ്ഞിട്ടുള്ളത് BTech in Civil Engineering with regular MBA from reputed institution and minimum 1 year experience in urban infrastructure projects, preferably in SWM projects. മൂന്നാമത്തെ ഓപ്ഷനായിട്ടുള്ളത് BTech in Civil Engineering with minimum 3 years experience in urban infrastructure projects, preferably in SWM projects. അടുത്തത് സോഷ്യൽ കം കമ്മ്യൂണിക്കേഷൻ എക്സ്പേർട്ട് തസ്തികയാണ്. നമ്പർ ഓഫ് വേക്കൻസി 3, പ്രതീക്ഷിത ഒഴിവുകൾ 5 ആണ്. ഈ തസ്തികയ്ക്ക് വേണ്ട ക്വാളിഫിക്കേഷനായി പറഞ്ഞിട്ടുള്ളത് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ സോഷ്യൽ സയൻസ്, പ്രിഫറബിളി സോഷ്യൽ വർക്ക് ഓർ സോഷ്യോളജി ഓർ എക്കണോമിക്സ് ഓർ എനി അതർ റിലേറ്റഡ് ഫീൽഡ്. എക്സ്പീരിയൻസ് ആയി പറഞ്ഞിട്ടുള്ളത് മിനിമം 5 years എക്സ്പീരിയൻസ് ഇൻ സോഷ്യൽ ഡെവലപ്മെന്റ്, ജെൻഡർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. അടുത്തത് എൻവയോൺമെന്റൽ എഞ്ചിനീയർ തസ്തികയാണ്. നമ്പർ ഓഫ് വേക്കൻസി 2, പ്രതീക്ഷിത ഒഴിവുകൾ 5 ആണ്. ഈ തസ്തികയ്ക്ക് വേണ്ട ക്വാളിഫിക്കേഷനായി പറഞ്ഞിട്ടുള്ളത് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ സിവിൽ ഓർ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് ഓർ എൻവയോൺമെന്റൽ പ്ലാനിംഗ് ഓർ നാച്ചുറൽ റിസോഴ്സ് മാനേജ്മെന്റ് ഓർ റിലേറ്റഡ്. എക്സ്പീരിയൻസ് കൂടി പറഞ്ഞിട്ടുണ്ട്. മിനിമം 7 years എക്സ്പീരിയൻസ് ഇൻ ദ ഫീൽഡ് ഓഫ് എൻവയോൺമെന്റൽ ആക്ടിവിറ്റീസ്. ഈ 4 തസ്തികകളിലേക്കും അപേക്ഷിക്കാനുള്ള ഉയർന്ന പ്രായപരിധിയും എക്സ്പീരിയൻസും കണക്കാക്കുന്നത് 2026 ഫെബ്രുവരി 1 അടിസ്ഥാനമാക്കിയാണ്. അതുപോലെ തന്നെ ഈ തസ്തികകളിലേക്കെല്ലാം കരാർ അടിസ്ഥാനത്തിൽ 1 വർഷത്തേക്കാണ് നിയമനം നടത്തുന്നത്. ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി 2026 ഫെബ്രുവരി 20 വൈകിട്ട് 5 മണി വരെയാണ്. CMDയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖേന ഓൺലൈനായാണ് അപ്ലൈ ചെയ്യേണ്ടത്. CMDയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഈ തസ്തികയുടെ നോട്ടിഫിക്കേഷനായ KSWMP നോട്ടിഫിക്കേഷൻ ഓപ്പൺ ചെയ്താൽ അതോടൊപ്പം ഈ തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള അപ്ലൈ ഓൺലൈൻ എന്ന ലിങ്കും ലഭ്യമാണ്. സെലക്ഷൻ പ്രോസസ്സ് നോക്കാം.
ആപ്ലിക്കേഷൻ സ്ക്രീനിംഗ്, ക്രൈറ്റീരിയ ബേസ്ഡ് സ്ക്രീനിംഗ്, റിട്ടൺ ടെസ്റ്റ്, ഗ്രൂപ്പ് ഡിസ്കഷൻ, സ്കിൽ ടെസ്റ്റ് ഓർ പ്രൊഫിഷ്യൻസി ടെസ്റ്റ്, ഇന്റർവ്യൂ എന്നിവയിൽ ഏതെങ്കിലും ഒരു മെത്തേഡോ ഒന്നിൽ കൂടുതൽ മെത്തേഡോ യൂസ് ചെയ്തായിരിക്കും ഉദ്യോഗാർത്ഥികളെ ഈ തസ്തികകളിലേക്ക് സെലക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ സെലക്ഷൻ മെത്തേഡ് ഏതെന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണ അധികാരം CMDക്ക് ആയിരിക്കുമെന്ന് വിജ്ഞാപനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കേരള PSC, SSC, RRB തുടങ്ങിയ വിവിധ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പ്രിപ്പയർ ചെയ്യാൻ ഉപകരിക്കുന്ന ബുക്സ് ഈ വീഡിയോടൊപ്പം ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായി പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഈ തസ്തികയുടെ നോട്ടിഫിക്കേഷനും മറ്റ് വിശദ വിവരങ്ങളുമെല്ലാം CMDയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക. വെബ്സൈറ്റ് അഡ്രസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. 2026 ഫെബ്രുവരി 20 വൈകിട്ട് 5 മണിക്ക് മുമ്പായി തന്നെ അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഇനിയും ഇതുപോലുള്ള ജോലി സംബന്ധമായ വിവരങ്ങൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വിവരം മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക.